വെറുതെ വിസഞ്ചിട്ട് നിന്നിട്ട് കാര്യമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം. എന്താ കാര്യം സംഭവം? എന്താണ് രാഘവേട്ടാ, നിങ്ങൾ ഈ അയൽവക്കത്ത് ചേർന്നിട്ട് ഇപ്പോഴാണോ വന്ന് ചോദിക്കണം? ഈ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ നിങ്ങളല്ലേ ആദ്യം വരേണ്ടത്. അല്ല, ഞാൻ അങ്ങനെ ഇങ്ങനെയുണ്ടെന്ന് ഞാനറിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ ഇവിടുത്തെ പയ്യൻ ഹൈവേ ചെന്ന് നിന്ന് പല വണ്ടിയും കൈകാട്ടി സ്കൂളിൽ പോകാറുണ്ടല്ല. ഇന്ന് രാവിലെ ഇവൻ ഹൈവേയിൽ നിന്ന് കൈകാട്ടി വണ്ടികൾക്ക്. അപ്പൊ നമ്മുടെ കോയൊക്കെ പറഞ്ഞു, നീ ബസ്സിൽ കയറി സ്കൂളിൽ പോ, ഇവിടെ നിന്ന് അറിയാത്ത വണ്ടിക്ക് കൈ കാണിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ താൻ പോടോ, എനിക്കറിയാ കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേരാണ്. ഏതൊരു വണ്ടി വന്ന് ഇവൻ കൈ കാണിച്ച് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവൻ അങ്ങോട്ട് വലിച്ചിട്ട് ഡോറടച്ച് നിലവിളിയാണ് പിന്നെ കേൾക്കണ. കോയൊക്കെ പുറകെ ഓടി നിൽക്കുന്നും പറഞ്ഞു. അപ്പൊ ഡോറിങ്ങാട് തുറന്നിട്ട് ഒരാളിങ്ങാട് ഇറങ്ങി, ഹിന്ദിക്കാരൻ. അവരുടെ ആയുധങ്ങളും ഉണ്ടേ. പറഞ്ഞു കേട്ടിടത്തോളം ഇത്തിരി ഇടങ്ങേറാണ് കാര്യങ്ങൾ. ഈ വണ്ടിയുടെ അകത്ത് ഡോക്ടറും ഓപ്പറേഷൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ചെക്കനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് പക്കും പതവൊക്കെ അങ്ങോട്ട് കീറി കിഡ്നിയും വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു പാലത്തിൽ ചെന്ന് പുഴയിലോട്ട് ഇടലാണ് പരിപാടി. അന്വേഷിച്ചിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നല്ല. പിന്നെ അയൽവക്കമല്ലേ, നമുക്ക് ഷോയിന് വന്ന് നിൽക്കാതിരിക്കാൻ പറ്റുമോ? എന്താ അർത്ഥം? മക്കളെ നേരെ വളർത്തിയില്ലെങ്കിൽ ഇതാണ് കുഴപ്പം. എന്താ ചെയ്യണം? കുഴപ്പമില്ല, അന്വേഷിച്ച് പോയിട്ടുണ്ട്, പോരും. എന്താ രാഘവ, വല്ല വിവരം കിട്ടിയാ? വിവരമെല്ലാം കിട്ടി. ആ ചെക്കന്റെ വയറ് കയറിയിട്ട് കിഡ്നിയും കരളും എല്ലാം എടുത്തിട്ട് തുന്നി കെട്ടിയിട്ട് പുഴയിലിട്ടു. കോയൊക്കെയാണ് കണ്ടത്. കോയക്ക കണ്ടിട്ട് എതിർക്കാൻ പോകുമ്പോ അവര് തുരതുരാ വെടിവെച്ചു. എന്നിട്ട് കോയക്ക മാറി, അയാൾക്ക് വെടി കൊണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായി? അങ്ങനെ ഉണ്ടായി. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്താ ദുനിയാവിന്റെ ഒരു സ്ഥിതി? ഈ നിലക്കാ നാട് പോണ പോക്കെ. ഒരു പാവം കുട്ടിയായിരുന്നു. എന്താ അപ്പൊ മരിച്ചല്ലേ? മരിച്ചോ? അപ്പൊ നിങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലേ? ആ കുട്ടിയുടെ വയറ് കയറിയിട്ടേ അതിന്റെ കിഡ്നി എടുത്തിട്ട് അതിനെ കായലിൽ തള്ളിന്നു. സത്യ കഴിഞ്ഞോട്ടോ. എങ്ങനെ ആ പെൺകുട്ടീനെ അറിയിക്ക? അതെ, നിങ്ങൾ തന്നെ ഒന്ന് പോയി പറയാതാ നല്ലത്. ആര്, ഞാനോ? എന്താ പറഞ്ഞ? നമുക്കേ ബോഡി കിട്ടിയിട്ട് പന്തലിടണോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇടിക്കണോ? ഇപ്പൊ അവരാ ചോദിക്കട്ടെ. സാറേ നമസ്കാരം. കൊച്ചിന്റെ അമ്മയാണതല്ലേ സാറേ? വല്ല വിവരം കിട്ടി സാറേ? ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ട്രാഫിക് പോലീസിന് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കണ്ടതായിട്ട് ആരും ഒന്നും പറയുന്നില്ല. സാറേ, ഹിന്ദിക്കാരാണ് പിടിച്ചോണ്ട് പോയെന്നാ പറയണത്. ആര് പറഞ്ഞു? ഇയാൾ കണ്ട? ആരാ പറഞ്ഞത് അങ്ങനെ? അല്ല, പൊതുവെ ആളുകളൊക്കെ അല്ലേ മെമ്പറേ? പൊതുവെ പറഞ്ഞു. ഇയാൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല സാറേ. കാണാത്ത കാര്യങ്ങൾ എന്തിനാ നിങ്ങൾ പറയുന്നത്? വെറുതെ മനുഷ്യന്റെ അന്വേഷണത്തിന്റെ ഗതി മാറ്റി വിടുന്നത് കേട്ടാ. ഇവിടെ മരിച്ചു എന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞത് സാറേ. ഇവരതും പറയും, അതിനപ്പുറം പറയും. മരിച്ചത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞില്ല. ഇപ്പോ ഈ പയ്യന്റെ അമ്മയുടെ സ്ഥിതി എങ്ങനെ? കുഴപ്പമില്ല, നല്ല സ്ഥിതിയിലാണ്. കെട്ടിയാൻ ഗൾഫിലാണ്. ഒന്നങ്ങോട്ട് മാറി വെറുതെ ആവശ്യമില്ലാത്ത ചെയ്യും. ഹലോ, സുഗതനാണ്. അതെ, എവിടെ? ശരി ശരി ശരി, ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരാം. ഓക്കെ. ബോഡി കിട്ടി. പയ്യനെ കണ്ടുവന്ന്. നമ്മുടെ ഹെൽത്ത് സെന്ററിന്റെ ബാക്കിലുള്ള ഗോഡൌണിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാം. രാജു, ഞാൻ പറഞ്ഞില്ല സാറേ ഹിന്ദിക്കാരാണെന്ന്. അതെ, മോനെ കിട്ടിയെന്ന്. ഒരു കുഴപ്പമില്ല, പടച്ചുണ്ട് അവിടെ കൂടെ. ഞങ്ങളൊക്കെ ഒരു കാര്യം ഞാൻ പോലെ
ഞാൻ എന്റെ വണ്ടിയിലാണ് പോവാ. എന്നാ ഞാനും ആ വണ്ടിക്ക് വരാം. അതെ സുമേഷ് ചേട്ടാ, എന്റെ ഈ സൈക്കിൾ എടുത്തിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേര്. ഞാനൊന്ന് ഇവരുടെ കൂടെ പോയിട്ട് വരാം കേട്ടാ. നിങ്ങൾ എന്തിനാണ് കെട്ടിയിട്ട് ഓടിപ്പോത്തിനെ സാറേ ഞാൻ വരുമ്പോഴത്തേന് എവിടെ കൊച്ചെവിടെ എവിടെ കുട്ടി ഇങ്ങോട്ട് മാറിക്കണം. എന്തെന്നാ കാണിക്കുന്നത് നീ? ഇയാളാണോ കൊച്ചിനെ തട്ടിക്കൊണ്ടു? അയാളാ സാറേ. ഒന്ന് പൊക്കിയേ പൊക്കിയേ. ഓനോ നമ്മുടെ ആളെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഉല്ലുണ്ണി. ഓ സത്യേട്ടൻ, അയ്യോ സത്യേട്ടൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്ന വല്ല ആവശ്യം ഉണ്ടായിനാ? ഒരു പദവിയിൽ ഇരിക്കുന്ന ആളല്ലേ ഇക്ക. താത്തൻ ഓരോ മുമ്പിൽ ഞാൻ ഇങ്ങനെ നിന്നിട്ടേ ഇല്ല. നീ എന്തിനാണ് അവരെ തട്ടിക്കൊണ്ടുവന്ന്? അയ്യോ തട്ടിക്കൊണ്ടെന്നല്ല സാറേ, പിന്നെ ഞാൻ ബൈക്കിൽ പോകുമ്പോ ഓൻ ബൈക്കിൽ നിന്ന് കൈ നീട്ടി, ഓൻ ബാക്കിൽ കയറി. പിന്നെ ഓനൊരു സന്തോഷമായിക്കോട്ടെ, ഞാൻ ടൗണിലെല്ലാം പോയി ചുറ്റിട്ട് വന്നു. ഇവിടെ വന്നിട്ട് ഇതാ അതിന്റെ അളവ് കാണിച്ചിരുന്നെങ്കിൽ ഇത് കഴിക്കണം. ഗ്ലാസ് ചോന്ന വെള്ളം, ഒരു ബീഡി. കപ്പാസിറ്റി ഇല്ല സാറേ, നോക്കിയേ സാറേ. അപ്പൊ നീ തന്നെത്താൻ ഇതെങ്ങനെ കെട്ടിയത്? ഞാനും ആലോചിച്ചു കൊടുക്കുന്നത് ഇതെങ്ങനെ കിട്ടി നീ? മോനെ നിനക്ക് ഇയാളെ അറിയോ? പിന്നെ ഇയാളുടെ ബൈക്കിന് എന്തിനാ കൈ കെട്ടി കയറി പോയത്? സ്കൂളിൽ പോകാൻ കയറിയതാണ്. നീ സ്കൂളിലേക്ക് സാധാരണ എങ്ങനെ പോവാറ്? ലൈൻ ബസ്സിന്. അപ്പൊ ലൈൻ ബസ്സിന് പോയാൽ പോലെ ഒരു പരിചയമില്ലാത്തവരുടെ വണ്ടിക്ക് കൈ കെട്ടിട്ട് വേണം പോവാൻ. ഞാൻ സാധാരണ ലിഫ്റ്റ് അടിച്ചാ പോവാറ്, അതുകൊണ്ടാണ് പോയത്. വീട്ടുകാര് ബസ്സിന് കൊടുക്കണ കായ് കൊണ്ട് മിഠായി മേടിച്ചു നിന്നിട്ട് ഇതേമാതിരി വല്ല ആൾക്കാരും വണ്ടിയുടെ പുറകിൽ പോലെ അവരുടെ പണിയായി. നീ എത്രല്ല പഠിക്കണത്? +2. എന്തിനാണ് പൊന്നുമോനെ ഈ തലതിരിഞ്ഞ പരിപാടിക്ക് മെനക്കിടണത്? ഈ അറിയാത്ത ആളുകളുടെ ബൈക്ക് കയറിയിട്ട് അവര് തരുന്നത് വാങ്ങിച്ച് തിന്നിട്ട് വല്ലതും സംഭവിച്ചു പോയ ആര് സമാധാനം പറയും? നീ വീട്ടിലുള്ള ആളുകളൊക്കെ നിങ്ങളൊന്ന് ഓർക്കണ്ടേ? നിന്റെ അച്ഛൻ അവിടെ ഗൾഫിൽ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിനക്ക് വേണ്ടിയിട്ടല്ലേ? നിന്റെ ഭാവി കരുതിയിട്ടല്ലേ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇന്ന് ചൊവ്വാഴ്ചയാണ്, പോയിക്കോട്ടെ. നാളെ തന്നെ മണ്ടു കൊണ്ടുപോയി ഇവന്റെ തലമുടി വെട്ടിച്ചു കളഞ്ഞാക്കണം. വന്ന കാലിൽ നിൽക്കാണ്ട് ഇല്ല സ്ഥലം നോക്കി ഇരുന്നൂടെ നിങ്ങൾക്ക്. ഓന്റെ വിചാരം ഓനെ ആശുപത്രി കിടക്കുമ്പോ കാണാൻ വന്നേച്ചാന്നാണ്. മോനെ നീ ഇവന്റെ കൂടെ പോയിട്ട് ഇപ്പൊ ഇവിടെ നടന്ന പുകിലെന്താന്ന് മനസ്സിലായി എനക്ക്? ആരുടെ ഹിന്ദിക്കാരാണ് ഇവനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞത്? ആരാണ് കോയിക്ക് ഇവനെ ഹിന്ദിക്കാരാണ് തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞത്? അതാരാ ആചാര്യ വർത്താനം പറഞ്ഞേ? അതായത് അങ്ങനെ പറഞ്ഞത്? അതായത് എങ്ങനെ പറഞ്ഞു? നീ കൈ കെട്ടിപ്പോയി. അതെ, അത് പറഞ്ഞതാ കോയാക്കാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലെ വണ്ടിയിലാണ് പയ്യനെ കൊണ്ടുപോയത് നിങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പയ്യനെ കൊണ്ടുപോയത് ഞാൻ പറഞ്ഞു. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിൽ ഒരു വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോയി, പിന്നെ ഞാൻ ഓനെ കണ്ടില്ല, അതാ പറഞ്ഞത്. ഇല്ലാത്ത മാറ്റി പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ അതിൽ കയറ്റി കൊണ്ടുപോയെന്ന് പറഞ്ഞു. അത് കയറ്റി കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോ ഓനെ കാണാനില്ല, അപ്പൊ അതിലായിരിക്കൂലേ. എടാ, ഇത്ര ഒരു സംഭവം നടക്കുമ്പോ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കണത്? അതിന്റെ ഗൗരവം നിങ്ങൾ വല്ല മനസ്സിലാക്കുന്നുണ്ടോ? സ്ഥലപ്പേര് തെറ്റിയതാ സാറേ, അല്ലാണ്ട് ഒന്നും ഇന്ത്യയിൽ സംഭവിച്ചിട്ടില്ല. അതറിയില്ല. മഹാരാഷ്ട്ര ഏതാ സ്ഥലപ്പേര് പറഞ്ഞു ബോംബെന്ന് വെച്ചപ്പോ ഇക്കറിയില്ല മഹാരാഷ്ട്ര എന്നുള്ളത് ഇവർക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഇല്ലാത്ത കഥ ഞങ്ങൾ വിശ്വസിച്ചിട്ട് ബോംബെയിലോ മഹാരാഷ്ട്രയിലോ പോയിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പയ്യന്റെ ഇവിടുത്തെ അവസ്ഥ എന്താവുമായിരുന്നു? ഒരു കാര്യം ഞാൻ പറയാം, അറിയാത്ത കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ അറിയണ കാര്യങ്ങളും കൂടി അറിയാതെയോ? അതറിയോ കോയാക്ക? നിങ്ങളിപ്പോ കാര്യം മനസ്സിലായില്ലേ? എന്താ പറഞ്ഞു? എനക്ക് മനസ്സിലായി. നീ ന്യായം മായം മറിമായം